രാജ്യത്തിന്റെ അതിർത്തി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ കടന്നു കയറുന്നു. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ആർമി വരെ ഇറങ്ങേണ്ടി വരുന്നു. യൂറോപ്പിന്റെ ബോർഡർ സെക്യൂരിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന ഈ സംഭവം നടന്നത് യുക്രൈനിലോ മിഡിൽ ഈസ്റ്റിലോ അല്ല, സ്പെയിനിന്റെ ചെറിയ നഗരമായ സെയൂട്ടയിലാണ്. യൂറോപ്പിന്റെ സുരക്ഷാ അതിർത്തികളെ ആകെ ഉലച്ചുകൊണ്ട് വടക്കേ ആഫ്രിക്കൻ തീരത്ത് ഒരു വലിയ അതിർത്തി ദുരന്തവും അഭയാർത്ഥി തരംഗവും ഉണ്ടായിരിക്കുകയാണ്. മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്ന സ്പെയിനിന്റെ പ്രത്യേക ഭരണപ്രദേശമായിട്ടുള്ള സെയൂട്ടയിലേക്ക് 10,000 ആളുകളാണ് സുരക്ഷാ വേലികൾ തകർത്തും കടൽ നീന്തിക്കടന്നും ഇരച്ചു കയറിയത്. മണിക്കൂറുകൾക്കുള്ളിൽ അതിർത്തിയിലെ സുരക്ഷ പൂർണ്ണമായും തകർന്നു. തുടർന്ന് സെയൂട്ട നഗരസഭ അധ്യക്ഷൻ പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നും സൈന്യത്തെ ഇറക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്താണ് അതിർത്തിയിൽ സംഭവിച്ചത്? സ്പെയിൻ സുപ്രീം കോടതിയുടെ പുതിയ വിധി എങ്ങനെയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാഫിയ മുതലെടുത്തത്? യൂറോപ്യൻ യൂണിയനെ പിടിച്ചുകുലുക്കുന്ന ഈ പ്രതിസന്ധിയുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. മൊറോക്കൻ അതിർത്തിയോട് ചേർന്നുള്ള സെയൂട്ടയിലെ തരജാൽ തീരത്താണ് വൻ സംഘർഷാവസ്ഥ ഉടലെടുത്തത്. അതിർത്തിയിലെ സുരക്ഷാ സേനയെയും പോലീസിനെയും പൂർണ്ണമായി അടിയറവ് പറയിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം കടലിലേക്ക് ചാടുകയും ബ്രേക്ക് വാട്ടർ നീന്തിക്കടന്ന് നഗരത്തിലേക്ക് കടക്കുകയുമായിരുന്നു. ടയർ ട്യൂബുകളിലും ലൈഫ് ജാക്കറ്റുകളിലും പിടിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘങ്ങൾ കരയിലേക്ക് ഇരച്ചു കയറുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇതിനോടകം 30,000-ഓളം ആളുകൾ അതിർത്തി കടന്നെത്തിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ കടൽ നീന്തിക്കടക്കാൻ ശ്രമിച്ച 18-ലധികം ആളുകൾ മുങ്ങി മരിച്ചതായിട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയധികം ആളുകൾ അതിർത്തിയിലേക്ക് ഇരച്ചെത്തിയത്? ഇതിനു പിന്നിൽ സ്പെയിൻ സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധിയുണ്ട്. അതിർത്തിയിൽ പിടിക്കപ്പെടുന്ന അഭയാർത്ഥികളെ ഉടനടി തിരിച്ചയക്കുന്ന സമ്മറി റിട്ടേൺ അല്ലെങ്കിൽ ഹോട്ട് റിട്ടേൺ രീതി നിയമവിരുദ്ധമാണ് എന്നും ഓരോരുത്തർക്കും സാധാരണ ഇമിഗ്രേഷൻ നടപടികൾക്കുള്ള അവകാശമുണ്ട് എന്നും സ്പെയിൻ സുപ്രീം കോടതി അടുത്തിടെ വിധിച്ചിരുന്നു. ഈ നിയമപരമായ വിടവ് മനുഷ്യക്കടത്ത് സംഘങ്ങൾ കൃത്യമായിട്ട് മുതലെടുത്തു. സ്പെയിനിലെത്തിയാൽ ഉടൻ പുറത്താക്കില്ല എന്ന പ്രചാരണം മൊറോക്കോയിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ശക്തമായതോടെയാണ് ആളുകൾ കൂട്ടത്തോടെ അതിർത്തിയിലേക്ക് ഒഴുകിയെത്തിയത്. അഭയാർത്ഥി കേന്ദ്രങ്ങളെല്ലാം കവിഞ്ഞൊഴുകിയതോടെ സെയൂട്ടയിലെ പൊതുജന ജീവിതം സ്തംഭിച്ചു. റോഡുകളിലും തെരുവുകളിലും നൂറുകണക്കിന് ആളുകൾ അലഞ്ഞു തിരിയുന്ന ഒരു സാഹചര്യമാണ്. സെയൂട്ട ഗവർണർ ഹുവാൻ ഹെസൂസ് വിവോസ് കേന്ദ്ര സർക്കാരിനോട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും അതിർത്തി നിയന്ത്രണം ഏറ്റെടുക്കാൻ പട്ടാളത്തെ അയക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ സ്പെയിനിലെ ഇന്റീരിയർ മിനിസ്ട്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വിസമ്മതിച്ചു. അഭയാർത്ഥി കുടിയേറ്റം ദേശീയ സുരക്ഷാ ഭീഷണിയുടെ നിർവചനത്തിന് വരില്ല എന്നാണ് സർക്കാരിന്റെ വാദം. എങ്കിലും അതിർത്തിയിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും ആഭ്യന്തരമന്ത്രി ഫെർണാണ്ടോ ഗ്രാൻഡെ മാലാസ്ക നേരിട്ട് സെയൂട്ട സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവം യൂറോപ്യൻ രാഷ്ട്രീയത്തിലും വലിയ സ്ഫോടനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിർത്തി സംരക്ഷിക്കുന്നതിൽ സ്പെയിൻ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഡെപ്യൂട്ടി PM മാറ്റിയോ സാൽവിനിയും കടുത്ത നിലപാടിലേക്ക് കടന്നു. അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത സ്പെയിനെ ഷെങ്കൻ സോൺ മേഖലയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഇറ്റലി ആവശ്യപ്പെടുന്നത്. 2021 മെയ് മാസത്തിൽ 8,000-ഓളം ആളുകൾ ഇതുപോലെ സെയൂട്ടയിലേക്ക് കടന്നു കയറിയിരുന്നു. എന്നാൽ അതിനെയും കടത്തിവെട്ടുന്ന ഒരു വലിയ അതിർത്തി തകർച്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ യൂറോപ്പിൽ വീണ്ടും വലിയ ചർച്ചകൾ തുടങ്ങി. ബോർഡർ സെക്യൂരിറ്റി കൂടുതൽ ശക്തമാക്കണോ? മൈഗ്രേഷൻ പോളിസി മാറ്റണോ? ഹ്യൂമാനിറ്റേറിയൻ റെസ്പോൺസിബിലിറ്റി എങ്ങനെ നിറവേറ്റണം? സ്പെയിനും മൊറോക്കോയും കൂടുതൽ സഹകരിക്കേണ്ടതുണ്ടോ? ഈ ചോദ്യങ്ങൾ വീണ്ടും ശക്തമായി ഉയർന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സ്പെയിൻ അതിർത്തിയിൽ കൂടുതൽ സൈനികരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. മൊറോക്കോയുമായി ചേർന്ന് സ്ഥിതി നിയന്ത്രിക്കാൻ ശ്രമം തുടരുകയാണ്. അതിനൊപ്പം സെയൂട്ടയിൽ എത്തിയ കുടിയേറ്റക്കാരുടെ സുരക്ഷ, താമസം, തിരിച്ചയക്കൽ നടപടികൾ എന്നിവയും വലിയ മാനുഷിക വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. സ്പെയിൻ നേരിടുന്ന ഈ അഭൂതപൂർവമായ അതിർത്തി പ്രതിസന്ധി വരും ദിവസങ്ങളിൽ യൂറോപ്യൻ യൂണിയന്റെ മൊത്തത്തിലുള്ള ഇമിഗ്രേഷൻ നയങ്ങളെ മാറ്റിമറിക്കുമോ? ആഫ്രിക്കയിൽ നിന്നുള്ള ഈ അനിയന്ത്രിതമായിട്ടുള്ള കുടിയേറ്റം എങ്ങനെ തടയും? ലോകം ഉറ്റുനോക്കുകയാണ്. സെയൂട്ടയിലെ സംഭവം ഒരു ബോർഡർ ബ്രീച്ച് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മൈഗ്രേഷൻ ക്രൈസിസ് എത്ര സങ്കീർണമായിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഒരു വശത്ത് അതിർത്തി സുരക്ഷ, മറുവശത്ത് സുരക്ഷിതമായിട്ടുള്ള ജീവിതം തേടി ജീവൻ പണയം വെക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾക്കിടയിലാണ് യൂറോപ്പ് ഇന്ന് ഉത്തരങ്ങൾ തേടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.